മാരുതി സുസുക്കി വാഹനങ്ങളായ സ്വിഫ്റ്റ്, റിറ്റ്സ്, ബ്രസ, എർട്ടിഗ, ബലേനോ ഈ മോഡൽ വണ്ടികൾക്കൊക്കെ സ്റ്റിയറിങ്ങിന് ചെറിയൊരു കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. ഓട്ടത്തിൽ സ്റ്റിയറിങ് നമ്മൾ തിരിക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയൊരു പിടുത്തവും ചെറിയൊരു സൗണ്ടും കണ്ട. ഇപ്പോൾ വണ്ടി ഇതിപ്പോൾ ഓഫായിരിക്കുന്ന സമയത്ത് തന്നെ ആ സൗണ്ടും വരുന്നുണ്ട്. അതുപോലെ ചെറിയൊരു ടൈറ്റും ചെറിയൊരു പിടുത്തം. അപ്പോൾ ഇത് നമ്മൾ കോളം മൊത്തം അയച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു. കോളം മൊത്തം ഫുള്ളായിട്ട് അയച്ചെടുക്കണ്ട. സ്റ്റിയറിംഗ് കോളം ആ മോട്ടറൊക്കെ വരുന്നത് ഈ മോട്ടർ അയച്ചിട്ട് ഇതിൻ്റെ ഗിയറിൻ്റെ ഇവിടെ താഴെ ഗിയറിൻ്റെ ഇതുണ്ട്. ഞാൻ താഴെ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ താഴെ വരുന്നത് ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് ഇത് അയക്കണം. അപ്പോൾ അതുപോലെ സ്റ്റിയറിംഗ് കോളത്തിൻ്റെ മുകളിൽ വരുന്ന സ്റ്റിയറിംഗ് വീല്, അതുപോലെ അതിൻ്റെ മുകളിൽ വരുന്ന ക്ലോക്ക് സ്പ്രിങ് ഉണ്ട്. ക്ലോക്ക് സ്പ്രിങ്ങിന് മേലെ സ്റ്റിയറിംഗ് വീല് വരും. അതിൻ്റെ മുകളിലായിട്ട് ഈ കോമ്പിനേഷൻ സ്വിച്ച്, ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച്, അതുപോലെ വൈപ്പറിൻ്റെ സ്വിച്ച് വരുന്ന രണ്ടും കൂടിയുള്ള സെറ്റായിട്ട് ഇത് അഴിക്കണം. അതുപോലെ കൂടാതെ എയർ ബാഗ് യൂണിറ്റും മൊത്തം അയച്ചെടുക്കും. ഇത്രയും അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് കോളിങ് പുറത്തേക്ക് അയച്ചെടുക്കാൻ പറ്റും. ടൈറ്റ് ഉണ്ടാവും. ചെറിയൊരു സ്റ്റെപ്പ് കട്ടിങ് ആയിട്ട് വരുന്നുണ്ട്. കറക്കുന്ന സമയത്ത് ഉണ്ടാവും. ചില സമയത്ത് ഒരു പിടുത്തം സൗണ്ടും വരുന്നുണ്ട് അതിനകത്ത്. മോട്ടർ ആദ്യം അയച്ചെടുക്കണം. മോട്ടർ ഈ ഒരു ഭാഗത്തേക്ക് വരണ്ട. മോട്ടർ അയച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കവറിങ് അയച്ചു കഴിഞ്ഞാൽ ഈ ഗിയറുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഗിയർ. ഈ ഗിയറിൻ്റെ ഗ്യാപ്പ് നമ്മൾ മെമ്മറി പേപ്പർ ഇട്ടിട്ടൊന്ന് നൈസായിട്ടൊന്ന് വരച്ചൊന്ന് ഫ്രീ ആയി കൊടുക്കണം. കുറച്ചും കൂടി ഗ്യാപ്പായി കൊടുക്കണം, ചെറിയൊരു ഗ്യാപ്പ്. അങ്ങനെയാണ് കൊടുക്കുക. പഴയ ഗ്രീസൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, ഇത് മൊത്തം ചെയ്തിട്ട് നമുക്കെല്ലാം സെറ്റായി കൊടുക്കും. ഇതിൻ്റെ ടീത്തുകളുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന പഴയ ടീത്താണ് ഞാൻ വരക്കാത്തത്. അതിനിപ്പുറത്തെ ടീത്തുകളുണ്ടാവും. കുറച്ച് വരച്ചൊന്ന് ഷേപ്പാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ടീത്തിന് ഗ്യാപ്പ് കുറവാണ്. ഈ ഒരു ടീത്തിനൊക്കെ ഗ്യാപ്പ് കുറവുണ്ടാവും. അപ്പോൾ ഇതുപോലെ വരച്ച് കുറച്ചൊന്ന് ഗ്യാപ്പ് കൂട്ടി കൊടുക്കണം. അപ്പോൾ ഗിയർ നമ്മൾ ഫുള്ള് മെമ്മറി പേപ്പർ ഇട്ട് വരച്ചതിന് ശേഷം നല്ല ക്ലീനാക്കി അതിൻ്റെ പൊടിയെ ക്ലീനാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാകും. നന്നായി ഗ്രീസ് വെച്ചിട്ടുണ്ട്. അതുപോലെ കയറിപ്പോകുന്ന ഭാഗത്ത് ആ ബെയറിങ്ങിനൊക്കെ ഗ്രീസ് വെച്ച് അതിനുള്ളിൽ ടോർക്ക് സെൻസറിൻ്റെ ആ ഭാഗത്തൊക്കെ ഗ്രീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് വൃത്തിയാക്കണം. ഇതിനുള്ളിൽ പുറത്ത് ഗ്രീസ് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ നാവാൻ പാടില്ല. ഇപ്പോൾ ഫുള്ള് ഫിറ്റാക്കിയതിന് ശേഷം സ്റ്റിയറിംഗ് ബോക്സ് പിടിക്കാതെ തന്നെ കറങ്ങുന്നു. ഓക്കെ, ജസ്റ്റ് ഒരു കൈ കൊണ്ട് തിരിക്കുമ്പോൾ തന്നെ അങ്ങനെ കറങ്ങുന്നുണ്ട്. നേരത്തെ ഒരു കൈ കൊണ്ട് അവിടെ സ്റ്റിയറിംഗ് ബോക്സ് പിടിച്ച് വെച്ചിട്ടാണ് ടൈറ്റ് ഇടക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇതിപ്പോൾ നേരെ നീളത്തിൽ പിടിക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്താണ്. നല്ല ഫ്രീ ആയിട്ടുണ്ട്. ജസ്റ്റ് ടേൺ ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ ആക്കുമ്പോൾ തന്നെ നേരെ റിട്ടേൺ വരുന്നുണ്ട്. നേരത്തെ ആദ്യത്തെ ഫസ്റ്റ് ടൈമിൽ നമ്മൾ സ്റ്റിയറിംഗ് അഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ഒരു സൈഡ് വളച്ച് വെച്ച് ആ സൈഡ് അങ്ങനെ നിൽക്കും. പിന്നെ ചെറിയൊരു ടെക്ക് പിടുത്തം ഞാൻ മുമ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് ഫുള്ള് ഫിക്സ് ആക്കിയതിന് ശേഷം സ്റ്റിയറിങ്ങിൽ ടൈറ്റൊന്നുമില്ല. നേരത്തെ ആദ്യത്തെ അവർ പിടുത്തുണ്ടല്ലോ ചെറിയ ഇങ്ങനെ സമയത്ത് ആ പിടുത്തം അതൊക്കെ പോയിട്ടുണ്ട്. ഫുൾ ഫ്രീ ആയിട്ടുണ്ട്.